ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം. ഒരേ ഒരു രാജ്യവുമായി മാത്രം അതിർത്തി പങ്കിടുകയും എന്നാൽ ലോകത്തിലെ ഏറ്റവും നീണ്ട കര അതിർത്തി ഉള്ളതുമായ രാജ്യം. സാക്ഷരതയിൽ ലോകത്തിലെ ഒന്നാം സ്ഥാനത്തുള്ള 99% ജനങ്ങളും സാക്ഷരരായ രാജ്യം. ലോകത്തിലെ ഏറ്റവും ചെറിയ ദേശീയ പതാകയുള്ള രാജ്യം. വലിയ ഭൂവിസ്തൃതിയുള്ള രാജ്യമായിട്ടും 90% ജനങ്ങളും അതിർത്തിയോട് ചേർന്നുള്ള 160 കിലോമീറ്ററിനുള്ളിൽ ജീവിക്കുന്ന ഒരു രാജ്യം. 7600 കിലോമീറ്ററിലേറെ നീണ്ടുകിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഹൈവേ ഉള്ള രാജ്യം. അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാനഡയ്ക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാനഡയിലൂടെ ഒന്ന് പോയി വന്നാലോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നോർത്ത് അമേരിക്കയുടെ വടക്ക് ഭാഗത്തായി ഭൂഖണ്ഡത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന രാജ്യമാണ് കാനഡ. പടിഞ്ഞാറ് അമേരിക്കയുടെ ഭാഗമായ അലാസ്കയും തെക്ക് അമേരിക്കയുടെ തന്നെ ഭൂഖണ്ഡ ഭാഗമായ 12 US സ്റ്റേറ്റുകളുമായും കിഴക്ക് അറ്റ്ലാന്റിക് സമുദ്രവും പടിഞ്ഞാറ് പസഫിക് സമുദ്രവും വടക്ക് ആർട്ടിക് സമുദ്രവുമാണ് കാനഡയുടെ അതിർത്തികൾ. കര അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമാണ്. 8891 കിലോമീറ്ററിൽ നീണ്ടുകിടക്കുന്ന ലോകത്തിലെ ഏറ്റവും നീളമേറിയ കര അതിർത്തി അമേരിക്കയും കാനഡയും പങ്കിടുന്നുണ്ട്. ഗ്രാമം അല്ലെങ്കിൽ കുടിയേറ്റ കേന്ദ്രം എന്നർത്ഥം വരുന്ന സെന്റ് ലോറൻസ് ഇറോക്കിയൻ പദമായ കനാറ്റയിൽ നിന്നാണ് കാനഡ എന്ന പേരിന്റെ ഉത്ഭവം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രാജ്യത്തെ ജനസംഖ്യയുടെ 50%-ലേറെയും മറ്റു പല വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി കുടിയേറിയിട്ടുള്ളവരാണ്. ജനങ്ങളിൽ 56% പേർ ഇംഗ്ലീഷ് മാതൃഭാഷ ആയിട്ടുള്ളവരും 21% ഫ്രഞ്ച് മാതൃഭാഷ ആയിട്ടുള്ളവരുമാണ്. കോടതികളിലും പാർലമെന്റുകളിലും മറ്റെല്ലാ ഫെഡറൽ സ്ഥാപനങ്ങളിലും ഇംഗ്ലീഷിനും ഫ്രഞ്ചിനും തുല്യ പദവിയുണ്ട്. 99,84,670 സ്ക്വയർ കിലോമീറ്റർ ഭൂവിസ്തൃതിയുള്ള കാനഡ റഷ്യ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്. 1867 യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നും വേർപിരിഞ്ഞ് സ്വതന്ത്ര രാജ്യമായെങ്കിലും ഇന്നും എലിസബത്ത് രാജ്ഞിയുടെ കീഴിലുള്ള രാജഭരണം നിലനിർത്തിയിട്ടുള്ള രാജ്യമാണിത്. എന്നാൽ രാജ്യത്തിന്റെ ഭരണ ചുമതലകൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള പാർലമെന്റാണ്. 10 പ്രൊവിൻസുകളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് കാനഡയിലുള്ളത്. നിയമസഭയുടെ ഭരണത്തിന് കീഴിലുള്ളവയാണ് ഓരോ പ്രൊവിൻസുകളെങ്കിലും എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഫ്റ്റനന്റ് ഗവർണർമാരുമുണ്ട്. ഒട്ടാവയാണ് കാനഡയുടെ തലസ്ഥാനം. ടൊറന്റോ ആണ് രാജ്യത്തെ ഏറ്റവും വലിയ നഗരം. ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ഔദ്യോഗിക ഭാഷകൾ. 3,69,00,000-ഓളമാണ് രാജ്യത്തെ മൊത്തം ജനസംഖ്യ. 67% ക്രിസ്തുമത വിശ്വാസികളും 27% ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുമാണ് ഭൂരിഭാഗം ജനവിഭാഗവും. കനേഡിയൻ ഡോളറാണ് ഔദ്യോഗിക കറൻസി. പ്രതിശീർഷ വരുമാനത്തിൽ ആഗോളതലത്തിൽ 24-ാം സ്ഥാനവും മാനവ വികസന സൂചികയിൽ 16-ാം സ്ഥാനവുമുള്ള വികസിത രാജ്യങ്ങളിൽ ഒന്നാണ് കാനഡ. 2.5 ലക്ഷം കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രതീരമുള്ള രാജ്യമാണ് കാനഡ. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള കാനഡയിലാണ് ലോകത്തെ മൊത്തം ശുദ്ധജലത്തിന്റെ 20%-വും ഉൾക്കൊള്ളുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തടാകങ്ങളായ ഗ്രേറ്റ് ബിയർ തടാകവും ഗ്രേറ്റ് സ്ലീവ് തടാകവും ലോകത്തിലെ ഏറ്റവും നീളമേറിയ ശുദ്ധജല ബീച്ചായ വസാഗ ബീച്ചും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3 ദ്വീപുകളും ലോകം മൊത്തമുള്ള വനപ്രദേശത്തിന്റെ 10%-വും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടവും കാനഡയിലാണ്. ഇങ്ങനെ പ്രകൃതി ഒരുക്കിയ ധാരാളം വിസ്മയങ്ങൾ ഇവിടെയുണ്ടെങ്കിലും രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ആർട്ടിക് മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ അതികഠിനമായ മഞ്ഞും തണുപ്പും മൂലം ജനവാസയോഗ്യമല്ലാത്ത ഭൂപ്രദേശങ്ങളാണ് കാനഡയുടെ ഭൂരിഭാഗവും. -63 ഡിഗ്രിയോളം താഴ്ന്ന കാലാവസ്ഥ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. ജനസംഖ്യയുടെ 90%-വും അമേരിക്കൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന 160 കിലോമീറ്ററിനുള്ളിലുള്ള പ്രദേശങ്ങളിലായാണ് വസിക്കുന്നത്. 10% വരുന്ന ആദിമ നിവാസികളായ നാഷണൽ പീപ്പിൾ രാജ്യത്തിന്റെ പല മേഖലകളിലായി വസിക്കുന്നുണ്ട്. തലസ്ഥാന നഗരമായ ഒട്ടാവ ലോകത്തിലെ തന്നെ ഏറ്റവും തണുപ്പ് കൂടിയ തലസ്ഥാനങ്ങളിൽ 2-ാം സ്ഥാനത്തുള്ള നഗരമാണ്. 48ഓളം നാഷണൽ പാർക്കുകളുള്ള രാജ്യം കൂടിയായ കാനഡയിൽ പല നാഷണൽ പാർക്കുകളും പല രാജ്യങ്ങളെക്കാൾ പോലും വലിപ്പമുള്ളവയാണ്. ധ്രുവക്കരടികളുടെ രാജ്യം കൂടിയാണ് കാനഡ. ലോകത്തിലെ തന്നെ മൊത്തം ധ്രുവക്കരടികളുടെ 50%-ലേറെയും കാനഡയിലാണുള്ളത്. ന്യൂനവുഡ് മേഖലയിലാണ് ധ്രുവക്കരടികളെ കൂടുതലായും കാണപ്പെടുന്നത്. ഈ പ്രത്യേകത കാരണം ഈ മേഖലയിലെ വണ്ടികളുടെ നമ്പർ പ്ലേറ്റുകൾ പോലും ധ്രുവക്കരടികളുടെ രൂപത്തിലുള്ളതാണെന്നുള്ളത് ഇവിടുത്തെ ഒരു കൗതുകകരമായ വസ്തുതയാണ്. കാനഡ മനോഹരമായ പ്രകൃതിദത്ത അത്ഭുതങ്ങളാൽ സമ്പന്നമാണ്. യൂക്കോണിലെയും വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെയും നോർത്തേൺ ലൈറ്റുകൾ, കനേഡിയൻ റോക്കീസിലെ ശുദ്ധജല ഹിമാനികൾ, പ്രസിദ്ധമായ നയാഗ്ര വെള്ളച്ചാട്ടം, കനേഡിയൻ പ്രേറീസിലെ പ്രേറി സ്കൈസ്,
അറ്റ്ലാന്റിക് കാനഡയിലെ ബേ ഓഫ് ഫണ്ടി എന്നിങ്ങനെ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കുന്ന സഞ്ചാരികളെ വളരെ ആകർഷിക്കുന്ന രാജ്യമാണ് ഇത്. പ്രകൃതി ഒരുക്കിയ വിസ്മയങ്ങളോളം തന്നെ ആകർഷിക്കുന്നതാണ് കനേഡിയൻ നഗരങ്ങളും. ആധുനികവും മികച്ചതും താമസിക്കാൻ ഏറ്റവും മികച്ച സ്ഥലങ്ങളുടെ പട്ടികയിൽ പതിവായി ഫീച്ചർ ചെയ്യപ്പെടുന്നതുമാണ് കാനഡയിലെ നഗരങ്ങൾ. കാനഡയുടെ തലസ്ഥാനമായ ഒട്ടാവ വേനൽക്കാലത്ത് ബോട്ടിങ്ങിനും ശൈത്യകാലത്ത് ഐസ് സ്കേറ്റിങ്ങിനും പ്രശസ്തമാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പലവിധ സംസ്കാരങ്ങളിലുള്ള ജനങ്ങൾ വസിക്കുന്ന ടൊറന്റോ നഗരത്തിലെ പ്രധാന ആകർഷണം CN ടവറും 400 ഏക്കർ ഹൈ പാർക്കുമാണ്. മോൺട്രിയൽ എല്ലാ വർഷവും നടക്കുന്ന ജാസ് ഫെസ്റ്റിനും ഫ്രഞ്ച് കൊളോണിയൽ വാസ്തുവിദ്യയിലുള്ള കെട്ടിടങ്ങളുടെ ഭംഗിക്കും പേരുകേട്ടതാണ്. ഫിലിം ഫെസ്റ്റിവൽ, ഹോട്ട് സ്പ്രിംഗ്സ്, സ്കീ റിസോർട്ടുകൾ എന്നിവയ്ക്ക് പ്രശസ്തമാണ് ബാൻഫ് നഗരം. ക്യുബെക്കിലെ സിറ്റാഡലിനും കാർണിവൽ ഡ്യൂ കെബെക്കിനും ക്യുബെക് സിറ്റി പ്രശസ്തമാണ്. വികസിത കോസ്മോപൊളിറ്റൻ നഗരങ്ങൾ, ഊർജ്ജസ്വലമായ സംസ്കാരം എന്നിവ ഒത്തുചേർന്നതും പ്രകൃതിയുടെയും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുടെയും മനോഹരമായ സംയോജനവുമാണ് യഥാർത്ഥത്തിൽ കാനഡ.